അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച രീതിയാണ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്. അന്ന് അദ്ദേഹം അരിക്കച്ചവടത്തിന് ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഇന്ന് ലോകത്തിലെ വമ്പൻ ട്രേഡർമാർ വരെ ഉപയോഗിക്കുന്നത്. പലരും ചോദിക്കുന്നു, എന്തിനാണ് ഈ മെഴുകുതിരി, വെറും ഒരു വര അല്ലെങ്കിൽ ഗ്രാഫ് നോക്കിയാൽ പോരെ എന്ന്. ഈ രണ്ട് ചാർട്ടും നോക്കൂ. ഇതിൽ ലൈൻ ചാർട്ട് നിങ്ങളോട് പറയും ഇന്നലെ വില 100 ആയിരുന്നു, ഇന്ന് അത് 110 എന്ന്. അതിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് അത് പറയില്ല. ചിലപ്പോൾ വില 90 വരെ താഴ്ന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ 110 വരെ ഉയർന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതിൽ അതൊന്നും കാണില്ല. എന്നാൽ കാൻഡിൽ സ്റ്റിക്ക് നിങ്ങളോട് സത്യം മുഴുവൻ പറയും. അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഇതാണ് ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഭാഗം. ഒരു കാൻഡിലിന് നിങ്ങളോട് 4 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ അതിനെ OHLC എന്ന് വിളിക്കും. O മീൻസ് ഓപ്പൺ, അതായത് തുടങ്ങിയ വില. H ഹൈ, ഏറ്റവും കൂടിയ വില. L ലോ, ഏറ്റവും കുറഞ്ഞ വില. C ക്ലോസ്, അതായത് അവസാനിക്കുമ്പോഴുള്ള വില. നമുക്കൊരു ഉദാഹരണം എടുക്കാം. രാവിലെ മാർക്കറ്റ് തുറന്നപ്പോൾ ഒരു കോയിനിന്റെ വില 100 രൂപ, അതാണ് ഓപ്പൺ. ഇടയ്ക്ക് അതിന് ഡിമാൻഡ് വന്ന് 150 വരെ വില പോയി, അതാണ് ഹൈ. ഇടയ്ക്കെപ്പോഴോ കുറച്ച് ആൾക്കാർ അത് പേടിച്ച് വിറ്റ് വില 80 വരെ താഴ്ന്നു, അതാണ് ലോ. ഇനി മാർക്കറ്റ് അടക്കുമ്പോൾ അതിന്റെ വില 120-ൽ നിന്നു, അതാണ് ക്ലോസ്. ഇതിൽ 100-ൽ തുടങ്ങി 120-ൽ അവസാനിച്ചു, അതായത് വില കൂടി.